മീനിനോട് ഈ ആക്രാന്തം മാത്രമല്ല, അതിങ്ങനെ ഭംഗിയായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലേ പിന്നെ എന്തോന്ന് കൊല്ലംകാര്, മീനില്ലാതെ നമുക്ക് ചോറിറങ്ങൂല കേട്ടാ. ഈ നെത്തോലി മുതൽ കേര വരെ 100 കണക്കിന് മീനുകൾ ഓരോന്നും കൈകാര്യം ചെയ്യേണ്ടത്, ഓരോന്നും കട്ട് ചെയ്യേണ്ടത് ഓരോ രീതിയിലാണ്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. ആ കട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, ഓരോ മീൻ കറി വെക്കേണ്ടതും ഓരോ ടേസ്റ്റിലാണ്. ആ മീനിൻ്റെ ടേസ്റ്റ് മീനിൻ്റെ രുചി പോകാതെ വെക്കണം. അതിൽ കുറച്ച് പൊടിക്കൈകളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. ഈ ചൂരയൊക്കെ കട്ട് ചെയ്യാനായിട്ട് 10 മിനിറ്റ് പോലും എടുത്തില്ല. അത്രയും സിമ്പിളാണ്. നമുക്കത് അറിഞ്ഞും കണ്ടും ചെയ്യാന്നുണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് വരാതെ ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. അതിൻ്റെ തൊലി കട്ട് ചെയ്യുന്നതാണെങ്കിലും എല്ലാം വളരെ എളുപ്പം, തല കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിലും ആവശ്യമുള്ളത് എടുക്കാനായിട്ട് 10 മിനിറ്റ് വേണ്ട. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ ചൂര മീൻ കൈകാര്യം ചെയ്യാവുന്നതാണ്. ഈ മീൻകറി വയ്ക്കുമ്പോൾ എല്ലാ മീൻകറിക്കും ഒറ്റ പുളി ഇട്ട് വയ്ക്കുന്ന അത് നല്ലൊരിടപാടല്ല. ചിലതിന് വാളംപുളി ആയിരിക്കണം, ചിലതിന് കുടംപുളി ആയിരിക്കണം, ചിലത് വറുത്തരച്ച് വയ്ക്കണം, ചിലത് പീര വറ്റിക്കണം, ചിലത് അങ്ങനെ കുരുമുളക് മാത്രം ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ചില മീനുകൾക്ക് ഉപ്പും ഒരു ലേശം കുരുമുളക് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഓരോ മീനിൻ്റെ രുചിക്കനുസരിച്ച് നമുക്ക് മീൻകറി മാത്രം മതി ചോറുണ്ണാനായിട്ട്, വേറെ സാധനങ്ങളൊന്നും വേണ്ട. പക്ഷേ കൊല്ലത്ത് കിട്ടുന്ന കണക്ക് നല്ല മീൻ വേണം കേട്ടോ. കറി ഇങ്ങനെ തിളച്ച് കുമാന്നിങ്ങനെ പൊങ്ങുമ്പോൾ നല്ല നാടൻ തേങ്ങാപ്പാലങ്ങോട്ട് പിഴിഞ്ഞ് ഒഴിക്കുക. എന്നിട്ടൊരു ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും തൂകി അങ്ങോട്ട് ഇറക്കിയാണ്ടല്ലോ, കറി വീണ്ടും മറ്റൊരു തരത്തിലേക്ക് പോകും. ഈ കടൽ പോലെ അല്ലല്ലോ നമ്മളെ കായലിലെ മീനുള്ളത്. കൊല്ലത്താണ് ഈ കടലും കായലും ശുദ്ധജല തടാകവും പിന്നെ നടക്കുന്ന പുഴകളും തോടും, ഇതിൽ നിന്നുള്ള എല്ലാ നല്ല മീനുകൾ വരുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഓരോന്നും കൈകാര്യം ചെയ്യുന്ന എത്ര തരത്തിലാണ്. പഴയ അമ്മമാരൊക്കെ അല്ലേ, ഒന്ന് വാഴയിലയിൽ ചോറൊക്കെ പൊതിഞ്ഞ് ഓരോ മീൻകറിയൊക്കെ വറ്റിച്ച് ഒക്കെ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരിക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ആ തൊലി ഇങ്ങനെ